അമിത്ഷായുടെ ബില്ല് പുതിയൊരു ബില്ല് വന്നിട്ടുണ്ട്. അതായത് പുതിയതല്ല, ഇപ്പോൾ രണ്ടാഴ്ചയായി. അതിനകത്ത് പറയുന്നത് ഈ ക്രിമിനൽ കേസുള്ള 31 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ലോക്സഭയിൽ തുടരാൻ കഴിയില്ല, രാജിവെക്കേണ്ടി വരും, MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇതിൽ പ്രധാനമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ട്, അതായത് മുമ്പ് ആ ഒരു വകുപ്പില്ലായിരുന്നു, പ്രധാനമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ട് അതായത് താൻ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തൻ്റെ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധമാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇതും കൂടെ അതിനകത്ത് ക്ലോസും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ബില്ല് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിച്ച അന്ന് മുതൽ തന്നെ അവതരിപ്പിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ വൻ പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യത്തിൽ. കാരണം മുഴുവൻ കള്ളന്മാരാണല്ലോ. അപ്പോൾ എന്തായാലും അതിന് ഇപ്പോൾ വോട്ട് ചോറി യാത്ര ഏകദേശം പൊളിയാറായി. ഈ ബീഹാർ ഇലക്ഷൻ കഴിയുന്നതോടെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇപ്പോൾ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേക്ക് വന്നപ്പോൾ BJP ആണ് അവിടെ ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. പപ്പു നല്ല രീതിയിൽ ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അടുത്ത ഡിപ്രഷനിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ ഇവർ കണ്ടുവച്ചേക്കുന്ന ഒരു സാധനമാണ്. അതായത് ബാബാ നിനക്ക് പുതിയൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം വെച്ചേക്കുന്നത്. അതായത് ഇനി അടുത്ത പ്രതിഷേധം ഇതായിരിക്കും. ഇതിനെന്ത് പേരിടുമെന്നൊക്കെയുള്ള ഇനി കാണണം. ഈ ചൗക്കീദാർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെന്തെങ്കിലും പുതിയ പേര് വേണമല്ലോ. അപ്പോൾ എന്തായാലും ഇതിനൊരു പ്രശ്നമുണ്ട്. കാരണം ആ പ്രശ്നം എന്താണെന്ന് സാറ് തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. അതായത് ഈ നമ്മുടെ പപ്പു ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പപ്പു മോൻ്റെ ആപ്പീസ് കയറും എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം പപ്പു മോൻ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിനകത്ത്, ഇല്ലേ? ഇതിനകത്ത് ഇയാൾ ഏറ്റെടുക്കുന്ന വിഷയം ഇപ്പം വോട്ട് ചോരി യാത്ര അത് കണ്ടില്ലേ, പൊളിയാൻ പോകുന്നു, പൊളിഞ്ഞു വരുന്നു. അത് BJPക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ BJP ചെയ്തുകൊണ്ടിരുന്ന പണിയായിരുന്നു. അപ്പം അതിനകത്ത് പുള്ളി BJP ആഗ്രഹിച്ച പണിയാണ്. BJP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദി അധികാരത്തിൽ വന്ന 2014 നോട്ട് ചെയ്തതാണ്. ഇത് എങ്ങനെ ഇത്രയും പേരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കും? നിസ്സാരമല്ലല്ലോ. 140 കോടി ജനത്തിൻ്റെ ഒരു വോട്ടർ പട്ടിക ക്ലിയർ ചെയ്യണം. അപ്പോൾ 10 കൊല്ലത്തിനപ്പുറം 11ാം കൊല്ലത്തിലാണ് അതിനകത്തൊരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ തുടക്കത്തിനകത്ത് തന്നെ ആദ്യമേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും, പ്രതിഷേധമുണ്ടാവും. ഈ പറയുന്ന വളരെ കാലമായിട്ട് ഇന്ത്യക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന ആൾക്കാർ, അത് ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെങ്കിൽ രോഹിംഗ്യങ്ങളാണെങ്കിലും പുറത്തുവിടാൻ പാടാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഇറങ്ങിയ ഒരു കാര്യമുണ്ട്. പുള്ളി അന്നേരം ചാടി ഇറങ്ങി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിറങ്ങി. എന്തോ വോട്ട് ചോരി, അതിനകത്ത് വോട്ട് കള്ള വോട്ട്, മറ്റേ വോട്ട്, ഇരട്ട വോട്ട്, വിദേശത്തു നിന്നുള്ള വോട്ട് എല്ലാം ശരി, അതിനകത്ത് പരാതി ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊച്ചാണി റോഡിൽ ചാടി ഇറങ്ങി. ആകപ്പാടെ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത്. ഇയാൾ പറയുന്ന ആരോപണമല്ല. അതിനകത്തുനിന്ന് കുഴപ്പമെന്നുകൊണ്ട് എല്ലാവരും പുറകോട്ട് മാറി. BJPക്ക് ഒരു കാര്യം ഗുണമായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ BJP ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? BJP ആഗ്രഹിക്കുന്ന 2 പേരുണ്ടോ, പക്ഷേ മാറ്റിയേക്കാം. ബംഗ്ലാദേശികളുണ്ടോ, അതല്ലേ ഞങ്ങൾ പറഞ്ഞാൽ മാറ്റിയേക്കാം. രോഹിംഗ്യൻസ് ഉണ്ടോ, അയ്യോ മാറ്റുമില്ല. അത് വലിയ ആഗ്രഹിച്ചേ. ഈ ബംഗ്ലാദേശി ആർക്കാ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? രാഹുൽ ഗാന്ധിക്ക്. രോഹിംഗ്യനാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി. ബംഗ്ലാദേശി എന്തിനാ ഇവിടെ ആവശ്യം? നാളെ കാലത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്താൽ എന്ത് ഗുണമുണ്ടാവും? മോദിയെ മാറ്റാൻ പറ്റും. രോഹിംഗ്യൻസിനെ എന്തിനാ ഈ പറയുന്ന പോലെ മോദിയെ മാറ്റാൻ? ഇതെല്ലാം പണിയായില്ലേ? ഇനിയിപ്പോൾ ഇവൻ ഇന്ത്യൻ പൗരനല്ലെന്ന് കണ്ട് ഇവനെ ഇപ്പോൾ പറയുന്നത് പോലെ പിടിച്ച് വെളിയിലാക്കുമ്പോൾ ഇവൻ്റെ ഒരു ഗുണമുണ്ട്. ഇവനെ ബംഗ്ലാദേശിലേക്ക് തന്നെ തള്ളിവിടണം. ബംഗ്ലാദേശിൽ പോയില്ലെങ്കിലോ അതിനെക്കാട്ടി മാരണമായിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്നറിയാം, സെക്കൻഡ് പൗരത്വം ഇവർ കേസ് കൊടുക്കാനൊക്കത്തില്ല. ഇപ്പം വിജയ് അവിടെ ചെന്നിട്ട് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ താഴെ ഒരു ഇതുപോലെ ബംഗ്ലാദേശി ഇവിടെ തന്നെ നമ്മുടെ കണ്ടുപിടിച്ച് അങ്ങോട്ട് താഴെ നിർത്തി. ഇവൻ എന്ത് പ്രിവിലേജ് അവിടെ ഉള്ളു, ഇവൻ എന്തിനും ഇവിടെ വന്നു? നമ്മൾ അടിക്കാൻ വേണ്ടി കേസ് കൊടുക്കാൻ ഒക്കുമോ? കോടതിയിലേക്ക് പോകാനൊക്കത്തില്ല. അടിച്ച് തല്ലിക്കൊന്നാലും ഇല്ല. മനസ്സിലായി? അതേ രീതിയിലേക്കുള്ള നിവർത്തികെട്ട സമീപനത്തിലേക്ക് പോവാണ്. അപ്പോൾ അവരെ വെച്ചൊരു സമരം ചെയ്യാമെന്ന് വെച്ചാൽ അതും പൊളിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഈ സമരം കൊണ്ടുള്ള ഗുണമുള്ള കയ്യിലിരുന്ന ബംഗ്ലാദേശിയും പോയി, രോഹിംഗ്യനും പോയി, അവൻ്റെ വോട്ടും പോയി, അതും പോയി, എല്ലാം പോയി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി ഏറ്റെടുക്കാൻ പോകുന്ന അടുത്ത ഒരു വലിയ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സുപ്രീം കോടതിയാണ് ഇത് പറയുന്നത് തരത്തിൽ ആലോചിക്കണമെന്ന്. അതായത് അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ളവർ, മുഖ്യമന്ത്രിയായിട്ടുള്ളവർ, ഇപ്പം വിജയ് പറഞ്ഞപ്പോഴേ ഞാൻ അറിയാം പ്രധാനമന്ത്രി അതിനകത്ത് ഉൾപ്പെടുത്തണം അദ്ദേഹം ആവശ്യപ്പെട്ടു. 5 കൊല്ലത്തെ കേസും അതിനകത്ത് ആ കേസിനകത്ത് ഉൾപ്പെടുമ്പോൾ ഏകദേശം അറസ്റ്റിൻ്റെ സമയം തന്നെ ഇയാൾക്ക് ജാമ്യം കിട്ടാതെ 30 ദിവസത്തിനപ്പുറം ജുഡീഷ്യൽ കസ്റ്റഡിയിലോ പോലീസ് കസ്റ്റഡിയിലോ ഇരുന്നാൽ അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും പോവും. അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കാൻ പറ്റുന്നത് ഇല്ല. അവൻ കണ്ടില്ലേ, ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ ജനപ്രതിനിധികളെല്ലാം കൂടെ ഈ കെജ്രിവാളെന്ന് പറഞ്ഞവനെ തെരഞ്ഞെടുത്തു. ഇവനെ മൊത്തത്തിൽ പരിശോധിച്ച് ജനത്തെ മൊത്തത്തിൽ ഇവന് അമേരിക്കൻ ഏജന്റാ. ഇവിടെ അവൻ എന്തോ പറഞ്ഞാലും അമേരിക്കയിൽ നിന്ന് BBC റിപ്പോർട്ട് ചെയ്യുമോ? ഇവനെന്തോ പറഞ്ഞാലും അമേരിക്കയുടെ മൊത്തം അവാർഡുകൾ ഇവന് കിട്ടുക. പ്രധാനമന്ത്രി പറയുന്ന പോലും BBC വരുന്നില്ല. അവൻ കണ്ടുപിടിച്ച് ഇവനെ നാശമാക്കി അവിടെ കിടക്കും. അവൻ വിടത്തില്ല. മുഖ്യമന്ത്രിയാണ്. എന്തെങ്കിലും വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. പുള്ളി അതറിയത്തില്ല, ഒരു വകുപ്പില്ല. എടുത്തിട്ട് എന്തോ ഒരു പ്ലാനിങ് ആയിരുന്നു. എന്നുവെച്ചാൽ വകുപ്പൊന്നും എൻ്റെ ഇല്ലല്ലോ. എന്നാൽ മുഖ്യമന്ത്രിയുടെ എല്ലാ വകുപ്പും ഉണ്ടല്ലോ. അപ്പോൾ അഴിമതി വരുമ്പോൾ അതാ വാട്ടർ അതോറിറ്റിക്കകത്തൊരു 400 കോടി അടിച്ചു മാറ്റിയല്ലേ ഈ ആം ആദ്മി പാർട്ടി. അതാ മറ്റേ ആളില്ലേ അതിൻ്റെ മന്ത്രി അടിച്ചു മാറ്റിയ കൊച്ചാണ്.
ആ മദ്യം വിറ്റൊരു 1000 കോടി അടിക്കാൻ പറ്റില്ല ഈ ആം ആദ്മി പാർട്ടി. അതാ മദ്യത്തിന്റെ മന്ത്രിയാണ്ട മറ്റേ സുബേദർ അല്ലയോ, അപ്പൊ അടിച്ചു മാറ്റി ആരെ കുറിച്ച് ഇതായിരുന്നു വളരെ പ്ലാനിങ്ങോടുകൂടി. അപ്പൊ അവൻ എന്തായാലും അയാൾ ഊത്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാണ്. ഇതാർക്ക് എന്താണ് BJP, എന്താണ് RSS, അതിനെക്കാട്ടി വലിയ സാധനം അമിത്ഷാ എന്നുള്ളതിനെ പറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ നോക്കുമ്പോൾ അമിത്ഷാ ഒരു ഇച്ചിരി തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഏതാണ്ട് പേരൊക്കെ നടന്നേ ഇങ്ങനെ പോകുന്നു, വലിയ വർത്തമാനം പറച്ചിലൊന്നുമില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം വർത്തമാനം പറഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന്, അല്ലെങ്കിൽ മന്ദബുദ്ധിയാന്നൊക്കെ വിചാരിക്കുമായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഈ ട്രോളുകൾ കൂടുതൽ കാണുന്നതിനുള്ള കുഴപ്പമാണ്. ട്രോള് കാണുന്ന സാധനം ഐറ്റം. അപ്പം മന്ദബുദ്ധിയാണ്. ഇപ്പൊ ഈ ഒരു ബില്ലിന് പ്രത്യേകതയുണ്ട്. ഈ ബില്ലിനെതിരെ സമരത്തിന് വരാൻ പോകുന്ന ഇയാൾ ഊളയാണ്. കാരണം ഊള എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കള്ളം പോലും, ഒരു കള്ളൻ അയാൾ നിരന്തരമായിട്ട് മോട്ടിച്ചുകൊണ്ടിരിക്കും, അയാൾ പോലും സത്യസന്ധനെ അംഗീകരിക്കുന്നതായിട്ടുള്ളൊരു മാനസികാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നേക്കുന്നത് എന്താ പറയുക, കള്ളന്മാർക്കെതിരെ ഉള്ളൊരു ബില്ലായി. ഈ ബില്ലിനെതിരെ സമരമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ബഹുമാനം കള്ളന്മാരുടെ ആളാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്. ഭരണഘടനാ ഭേദഗതി നടത്തിയാലേ ഈ ബില്ല് പാസ്സാവത്തുള്ളൂ. അത്തരത്തിലുള്ളൊരു ബില്ല. അപ്പം ഈ ബില്ലിനകത്ത് 3/2 ഭൂരിപക്ഷം വരണമെങ്കിൽ 61 MP ഇപ്പം BJP കൊള്ളതിനെക്കാട്ടി കൂടുതൽ വേണം ലോക്സഭയിൽ. അതുപോലെ തന്നെ രാജ്യസഭയിൽ ഏതാണ്ട് 21 MP കൂടെ വേണം. ഇതെവിടെ ഒന്നുണ്ടാവും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിജയ്, രാഷ്ട്രീയത്തിനകത്ത് ജയവും തോൽവി വലിയ പ്രധാനമാണ്. ലോകത്ത് ഇപ്പം ഈ ഒരു ബില്ലും കൊണ്ട് വരുക ഞാൻ പറയാം പാസ്സാവാത്ത ഈ പാർലമെന്റ് സമിതിക്ക് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ബില്ല് വരുമല്ലോ. അവർ ചർച്ച ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ബില്ല് വരും. ചർച്ച ചെയ്യിക്കുന്ന എന്തിനാ? ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ, അതിനകത്ത് നമ്മളെല്ലാം കൂടെ കൂടിയിരുന്നല്ലേ തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങളുടെ സ്വന്തമായിട്ടല്ലല്ലോ, ആ പഴുതൂടെ മാറ്റാനാ ചർച്ച ചെയ്തിട്ട് വരുമല്ലോ. വരുമ്പം ഞാൻ വിചാരിച്ചിട്ടെ, നരേന്ദ്രമോദി ആണോ ബില്ല് കൊണ്ടുവന്നേ? അമിത്ഷാ ആണോ ബില്ല് കൊണ്ട്? ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും. ഈ ബില്ല് ലോകസഭയിൽ പാസ്സാവാതെ വന്നാൽ ഇപ്പൊ പാസ്സാക്കണ്ട അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നുണ്ടല്ലോ. പാസ്സാവാന്ന ആർക്കാ നാണക്കേട്? പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്ക് നാണക്കേടാണോ? BJPക്ക് നാണക്കേടാണോ? 3/2 ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല 3/2 ഭൂരിപക്ഷം ഇല്ലാതെ ഇത് രാജ്യസഭയിൽ. അപ്പൊ അതിനകത്തൊരു കളിയില്ലേ? കളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ സംശയം. നമ്മൾ സ്ഥിരമായിട്ട് ചർച്ചയൊക്കെ ചെയ്യുന്നവരാണല്ലോ. എന്തിനാ ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ, നമ്മൾ ശശി തരൂർ പറഞ്ഞു എനിക്ക് ഈ ബില്ല് ഇഷ്ടമാണ്, എനിക്ക് എനിക്ക് ഈ ബില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടാ ഇഷ്ടപ്പെട്ടാൽ പോരാല്ലോ, ഇഷ്ടപ്പെട്ടവൻ ഇത് കൊണ്ടുവന്ന് എവിടെ വെക്കണം? പാർലമെന്റിൽ വെക്കണം. പാർലമെന്റിൽ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇയാൾക്ക് ഇഷ്ടം പോരാല്ലോ. കല്യാണം കഴിക്കാനെങ്കിൽ ഇഷ്ടം മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം. ഇതിനിപ്പം പാർലമെന്റിനകത്ത് ഈ ബില്ല് പാസ്സാവണമെങ്കിൽ ഇഷ്ടം കൊണ്ടൊക്കത്തില്ല. വോട്ടിങ് എടുപ്പം ഒന്നെങ്കിൽ ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണം. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഈ ഇഷ്ടം ഒക്കത്തില്ല. ഇയാളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാല് ഈ പാർലമെന്റിനകത്ത് ഈ ഇഷ്ടം ആരുടെ ഇഷ്ടമാവണം? കോൺഗ്രസിന് ഇഷ്ടമാണ്. കോൺഗ്രസിന് ഈ ബില്ല് ഇഷ്ടമല്ല. അപ്പൊ പാർലമെന്റിൽ ഇയാൾക്ക് ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പം ഇഷ്ടം വരണമെങ്കിൽ പാർലമെന്റിനകത്ത് ആ ഇഷ്ടം നടപ്പാക്കണമെങ്കിൽ ഈ കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു തീരുമാനം ശശി തരൂരിന് എടുക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു 10-35 പേര് ആ ശശി തരൂരിന്റെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കുന്നതായിട്ടൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും അത്തരത്തിലൊരു ഉരുത്തിരിയിലും അത്തരത്തിൽ ഒരു തീരുമാനം എടുപ്പിക്കാൻ ആൾക്കാരെ ഉരുത്തിരിച്ച് നിർത്തിയിട്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുന്നു. എന്നാലേ ഈ ബിൽ പാസ്സാവത്തുള്ളൂ. അവരൊന്നെങ്കിൽ രാജിവെക്കും, പുറത്തു പോകും, അന്നേരം ഇത്ര എണ്ണം വരത്തില്ല. അല്ലെങ്കിൽ ഇതിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല, കാരണം അയോഗ്യരായി പോകും. രാജിവെച്ച് പുറത്തു പോയിട്ട് എണ്ണം കുറയുമ്പോൾ 3/2 ഭൂരിപക്ഷത്തിൽ ഈ ബില്ല് പാസ്സാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആലോചന, അതായത് പ്രതിപക്ഷത്തിനകത്ത് ഇതിനകത്ത് കോൺഗ്രസും ഈ പറയുന്ന DMK യുടെ താല്പര്യം. കാരണം ഏറ്റവും കൂടുതൽ കള്ളന്മാർ ഇതിനകത്ത് രണ്ടുമാണ്. നാളെ കാലത്ത് ഈ ബില്ല് വന്നാൽ പറവറോന്നകത്ത് പോകാൻ സാധ്യതയുള്ള 2 പേര്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എതിരാ, മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളും എതിരാ. തൃണമൂൽ കഴിഞ്ഞ ഈ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ അഴിമതി അല്ലെങ്കിൽ ഈ മമതാ ബാനർജി ഇതൊക്കെ പറയുമ്പോഴും അഴിമതിക്കാരിയല്ലേ അറിയാം. മരുമോനൊക്കെ അല്ലെങ്കിൽ എടുത്ത് വളർത്തുമാനോ ഏതാണ്ടൊരുത്തനുണ്ടല്ലോ, അവനുമൊക്കെ അഴിമതിയാണ്. പക്ഷെ ഇവർ വ്യക്തിപരമായിട്ട് അഴിമതിക്കാരിയല്ല. ഇവർ ഈ ഒരു പൈസ ഗവൺമെന്റ് ഉപയോഗിച്ചല്ല മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്, അവരുടെ റോയൽറ്റി കൊണ്ട് മാത്രമേ ഇരിക്കുന്നത്. ഈ രീതി ഞാൻ ഈ പറഞ്ഞു വന്ന രീതിയിലേക്ക് ഈ ബില്ല് പാസ്സാവണമെങ്കിൽ പ്രതിപക്ഷത്തിനകത്ത് പിളർത്തുണ്ടാവണം. ഇല്ലാതെ ബില്ല് പാസ്സാക്കാൻ പറ്റത്തില്ല. കാരണം 3/2 ഭൂരിപക്ഷം. ആ രീതിയിലേക്ക് ഒരു കാര്യം ആലോചിക്കാതെ, എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ആലോചിക്കാതെ ക്ഷീണം തട്ടുന്ന ഒരു കാര്യത്തിന് നിന്നു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു നരേന്ദ്രമോദിയും ഒന്നും അല്ല. നമ്മളത് പലവട്ടം കണ്ടു, പുറകോട്ട് കണ്ടു, നമ്മൾക്കറിയാവുന്ന പൊളിറ്റിക്സുമാണ്.
അപ്പം അതിനകത്ത് എന്തോ അവിടെ ഇയാൾ വീണ്ടും ഇതുമായിട്ട് സമരത്തിന് വന്ന് ഇയാൾ ഞാൻ ഇല്ല ഒരു സിനിമയ്ക്ക് അതിൽ ജഗതിയുടെ കാര്യം പറഞ്ഞു എല്ലാം എന്ത് ഏറ്റെടുത്താലും പരാജയമാണല്ലോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു മനുഷ്യനായിട്ട് വരുന്നു. ഏതായാലും നമുക്ക് കാണാം പപ്പു അടുത്ത വലിയൊരു നാടകവും അല്ലെങ്കിൽ ഒരു ഷോയുമായിട്ട് ഇറങ്ങുന്നുണ്ട്. ബില്ല് കീറിയ പപ്പു, ബില്ല് കീറിയ പപ്പു അല്ലേ, അതും കൂടെ ഉണ്ടല്ലോ, ആ വിഷയം കൂടെ ഉള്ളൂ. ഈ ബില്ലുമായിട്ട് ഇറങ്ങും, പാവം പിടിച്ചവരെ ചീട്ടും കീറും. അതാണ് വരാൻ പോകുന്നത്.